എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം? ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത്? ഇവിടെ ഇപ്പോൾ ഒരു രാജ്യമുണ്ട്. നീ വേണേൽ ഇവിടെ ജീവിച്ചാൽ മതി. നിനക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല, നീ പൊക്കോ. ഒന്നെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ, അല്ലെ പരലോകത്തോട്ട് നീ പൊക്കോ. നിനക്കെന്നാ ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ നിന്റെ കാലിൽ ആണിയാണോ? അതോ നിനക്കെന്നാ കിറുമി കടിക്കുന്നുണ്ടോ? രാജ്യം ഉണ്ടാക്കലൊക്കെ ഇന്ത്യക്ക് പുറത്തു മതി. രാജ്യം ഉണ്ടാക്കാൻ നീ എന്നാ രാജകുമാരനാണോ? നിന്നെ ആരെങ്കിലും ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടോ? നിനക്ക് എങ്ങോട്ടേലും പോയി തൊലയത്തില്ലേ? ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്, ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് അബുൽ അഅ്ല മൗദൂദി സിദ്ധാന്തിക്കുന്നുണ്ട്. എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം? ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത്? കുഴപ്പം മാത്രമേ ഉള്ളൂ. ഏതവൻ്റെ സിദ്ധാന്തമാണേലും നല്ല ഒന്നാന്തര രാജ്യം ഇവിടെ ഉണ്ട്. അതിൻ്റെ പേരാണ് ഇന്ത്യ. അതിൻ്റെ മണ്ടയിലോട്ട് നീ നിന്റെ രാജ്യം പണിയാനായിട്ട് വരണ്ട. എടാ എടാ ഇങ്ങനത്തെ ചിന്താഗതിയായിട്ട് നടക്കുന്ന നിന്നെയൊക്കെ വിളിക്കാനായിട്ട് ഒറ്റ പേരേ ഉള്ളൂ, തീവ്രു. എടാ തീവ്രു, നിനക്കറിയാവോ അബ്ദുൽ കലാം ജനിച്ച് ജീവിച്ച നാടാ ഇന്ത്യ. നിന്നെപ്പോലുള്ള വേറെ തീവ്രുകൾ ഇവിടെ വലിഞ്ഞു കയറി വന്ന് ആക്രമണം നടത്താതിരിക്കാനുള്ള ആയുധ സംരക്ഷണ കവചം ഒരുക്കി വെച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. അതുകൊണ്ട് നിന്നെപ്പോലുള്ള തീവ്രുക്കളുടെ സ്വപ്നം ഒരു കാലത്ത് നടക്കത്തില്ല. ഫാത്തിമ ബീവി, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുസ്ലിം സുപ്രീം കോടതി ജഡ്ജി, നമ്മുടെ ദേശത്തിന് വിശ്വഖ്യാതിയും പ്രശസ്തിയും ഇന്നും നേടിക്കൊടുത്ത സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരാണെന്ന് നിനക്കറിയാവോ? മുഹമ്മദ് ഇക്ബാൽ എന്ന കവിയാണ് അത് രചിച്ചത്. പിന്നെ എത്രയെത്ര പ്രശസ്തരായ ക്രിക്കറ്റ് കളിക്കാരും ക്യാപ്റ്റന്മാരും, ഇനി എന്തേരെ പ്രതിഭകൾ വരാൻ കിടക്കുന്നു. നിനക്ക് ഇവിടെ ജീവിച്ചിട്ട് എന്നതാ ഇത്ര പ്രശ്നം? എന്നാ കുറവാ നിനക്കൊക്കെ ഉണ്ടായത്? നീ ഇപ്പോൾ ഈ മൈക്ക് വെച്ച് കെട്ടി പറയുന്ന പോലത്തെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് തന്നെ നീയൊക്കെ വിഷം വമിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സ്വാതന്ത്ര്യം നിനക്ക് വേറെ പുറം രാജ്യത്ത് എവിടെയെങ്കിലും ചെന്നാൽ കിട്ടുമോ? നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും അവിടുത്തെ ഉപ്പും ചോറൊക്കെ തിന്നിട്ട് തീവ്ര പരിപാടിയായിട്ട് നടക്കുക. ഇത്രയും മഹത് വ്യക്തികൾക്ക് ഇവിടെ ജീവിക്കാമെങ്കിൽ ഏതൊരാൾക്കും സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. മറിച്ച് നിനക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നതെങ്കിൽ നിനക്ക് മാത്രമാണ് പ്രശ്നം, നിനക്ക് മാത്രമാണ് കാര്യമായിട്ടുള്ള പ്രശ്നം. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട വ്യക്തി നീ തന്നെയാണ്. ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നിന്നെപ്പോലുള്ള ആൾക്കാരെയൊക്കെ സംരക്ഷിച്ച് പരിപാലിക്കുന്ന നമ്മുടെ രാജ്യത്തിന് നീയൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ബാധ്യതയായി തീർന്നിരിക്കുന്നത്.